ഹലോ കൂട്ടുകാരെ, കാച്ചിക്കോട്ടൻ്റെ ഇരിക്കുന്ന ഈ തെർമോക്കോളിന്റെ ക്രാഫ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തേക്കണാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഇന്ന് പെരുന്നാളായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കുവാണ്. കാച്ചിക്കോട്ടന്റെ തെർമോക്കോൾ പിടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാച്ചിക്കോട്ട് ഇത് ആർക്കാ കൊടുക്കണ്ടേ? നാട്ടുകാർക്ക് കൊടുക്കണം എന്നാണ് കാശി പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ തെർമോക്കോൾ ചെയ്തിട്ടുള്ള വർക്കാണ്ട്, അത് മാഷാന്നാണ് എഴുതിയേക്കണേ കേട്ടോ. ഇതുപോലുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തെടുത്തേക്കണേ തെർമോക്കോൾ. അപ്പൊ നമുക്ക് ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ കാശിക്കൂട്ടിന് ഇത് പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്, കൊണ്ടേ കൊടുക്കാം. ആൾക്കാർക്ക് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, നാട്ടുകാർക്കാ? എന്നാ നടന്നോ. അങ്ങനെ പിടിച്ചോണ്ട് പോക്കോട്ടാ. ഓക്കെ, കാശിക്കൂട്ടിന് ഞാനും കൂടി ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. പയ്യെ 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 പോട്ടെ. മോളിൽ കൂടി നടക്കണ്ട. അപ്പൊ കാച്ചിക്കുട്ടൻ്റെ ഇതായിട്ട് നടക്കുവാണ് കേട്ടോ. റോട്ടിലേക്ക് പോവാണ്. മെയിൻ റോഡ് എത്തിയിട്ട് നമുക്ക് ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നടക്കട്ടെ നടക്കട്ടെ, വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. തീയ 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 പയ്യെ പോതേ. റോഡെത്തി റോഡെത്തി. അപ്പോൾ നമ്മളിത് കവറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ. ആരെങ്കിലും കാണുമോ നോക്കാം. അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക്. ആരുമില്ല റോട്ടിൽ കേട്ടോ. ഇതേ ഒരു ചേട്ടൻ വന്നുണ്ട്, കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനോട് സൈക്കിൾ ഓടിച്ച് നടക്കണ്ടേ, അവൻ്റെ അടുത്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടി. ഞങ്ങൾ റോഡിൽ വന്നപ്പോഴേക്കും ആരെങ്കിലും കാണുമെന്ന് ഓർത്ത് ഡൗട്ട് അടിച്ചിട്ടാണ് വന്നേ. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആളെ കിട്ടി കേട്ടോ. അപ്പം നമ്മളിത് ഈ ഗിഫ്റ്റ് നമ്മൾ അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ സൈക്കിളിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബ്രദറും കൂടി അവൻ്റെ കൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ സന്തോഷമായെന്ന് തോന്നുന്നു. അപ്പം അവന്മാരെ അതായിട്ട് വീട്ടിലേക്ക് വേണ്ട, ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവന്മാരെ വിളിച്ചേക്കുവാ. അപ്പോൾ എനിക്ക് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തത് അവന്മാരേതായിട്ട് വീട്ടിലായിട്ട് പോകണ്ട. അപ്പോൾ ഞാൻ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മുടെ തെർമോക്കോളിലേക്ക് ചുറ്റും നമ്മൾ ഇതുപോലെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കണ്ടെങ്കിൽ നമ്മുടെ മാസ്കിൻ ടേപ്പ് ആയതിനെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. നമ്മൾ ബ്ലൂ കളർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആക്രിലിക് പെയിൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മജന്ത കളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രീൻ കളറും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കയ്യിലുള്ള ഏതെങ്കിലും സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പഞ്ച് ചെയ്ത് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഈ സ്പോഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. സ്പോഞ്ചിന് പകരം വേണമെങ്കിൽ നമ്മൾ പാത്രം കഴുകണ പുതിയ സ്പോഞ്ച് ഉണ്ട്, അതെടുത്താലും മതി. ബ്രഷ് ആയാലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പോഞ്ച് എടുത്ത് ഇതുപോലെ ആക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ കൊടുത്ത ശേഷം വൈറ്റ് കളർ കുറച്ച് താഴെ ഒഴിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡാക്കി കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ മജന്ത കളറാണ് കൊടുത്തിരുന്നത്. അത് നമ്മൾ ഇതുപോലെ ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ആദ്യം തന്നെ ബ്ലൂ, വൈറ്റ്, പിന്നെ മജന്ത, പിന്നെ ആ ബ്ലൂവിൻ്റെ ഷെയ്ഡ് തന്നെ വെച്ചിട്ട് നമ്മൾ താഴേക്ക് കുറച്ച് മജന്തേൻ്റെ കൂടെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്ലൂവിൻ്റെ ഷെയ്ഡ് കൂടി വന്നപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മജന്തയും ബ്ലൂവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ താഴെയായിട്ട് ഗ്രീൻ കളറാണ് കൊടുത്തത്. ഗ്രീൻ കളറും നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ആ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഓടിക്കുന്ന പോലെ ഒന്ന് നീളത്തിലൊന്ന് ഓടിക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ബ്ലെൻഡായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് വേഗം തന്നെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മോൾ വശത്ത് നമ്മൾ കുറച്ചും കൂടി വൈറ്റ് കളറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോഴേക്കും കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് വരും കേട്ടോ. ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ തെർമോക്കോളിന് ഏകദേശം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ പള്ളികൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. വലിയ തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പള്ളികളും ഇതുപോലെയൊക്കെ വരച്ചിട്ട് നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളർ ആക്കിലേക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള പള്ളി നോക്കിയെടുത്തത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറേ മോസ്കുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ ടെംപ്ലേറ്റ്സ് ഒക്കെ വന്നായിരുന്നു. അതിനകത്തുനിന്ന് ഒരെണ്ണം നോക്കിയിട്ടാണ് ഞാൻ വരച്ച് തുടങ്ങിയത്. പക്ഷേ വരച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അത് തന്നെ വരച്ചൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ വരച്ച് ഇതുപോലെ ചെറിയൊരു പള്ളി, കുഞ്ഞു കുഞ്ഞു പള്ളികളൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ഒരു തെർമോക്കോളിൽ ഞാൻ ഈദ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ അറബിക് കാലിഗ്രാഫി ഒന്നും ചെയ്തിട്ടില്ല ഇതിന് മുമ്പ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. കണ്ടവരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ വീട്ടിൽ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. പൈസ കൊടുത്തിട്ടൊന്നും വലിയ വലിയ സാധനങ്ങളൊന്നും മേടിച്ചിട്ട് ഇതുപോലെ വീട്ടിൽ വെക്കണ്ട. അപ്പോൾ നമ്മളിത് ഇതുപോലെ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് കൂട്ടുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡെക്കോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് പള്ളി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലായിട്ട് ചെറിയൊരു
ചെറിയ രീതിയിൽ നമ്മൾ അറബിക് കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് മാഷാ അല്ലാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് വരക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ പേന വെച്ചിട്ടൊന്നും താഴെ വരച്ചിട്ടില്ല, ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് വരക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടത്തോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അറബി എഴുതുന്ന ഇടത്തോട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഇടത്തോട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്തേക്കുന്ന ഒരു പരന്ന സൈസിലുള്ള ഒരു ബ്രഷാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇതുപോലെ ആയി കിട്ടുന്നുണ്ട്. ചെറിയൊരു ബ്രഷല്ല, ഒരു വീതിയുള്ളൊരു ബ്രഷാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഇരുന്ന് വരച്ചു കൊടുക്കേണ്ടത് കറക്റ്റായോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പം നമ്മൾ ഇതിന് മുമ്പും ഒരു തെർമോക്കോൾ ക്രാഫ്റ്റിനകത്ത് മാഷാള്ളാന്ന് എഴുതിയിട്ടുണ്ടായി. അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് അറബി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാമല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ല. ഇല്ലാത്തവരോടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എഴുതിയെടുത്താൽ മതി. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം കാശിക്ക് മരുന്ന് കൊടുക്കുന്ന റിഫില്ലില്ലേ, അതിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. അതിൻ്റെ തുമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ബഡ്സ് ഒന്നും നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ മോള് നമ്മളിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലെ മാല പോലെ ഇതുപോലെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ വർക്ക് കൂടെ ഫിനിഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ്കിങ് ടേപ്പ് കൂടി പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ലുക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി പൊളിച്ച് നമുക്ക് കളയാം. അപ്പോൾ നല്ല രസമുള്ള ഒരു ബോർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഡെക്കോറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കൂട്ടുകാരെ. താങ്ക്